ഇവിടെ ഓരോ സ്റ്റാഫിനും കിച്ചൺ ഡ്യൂട്ടി ഇടുന്നത് പോലെ ഓരോരുത്തർ റൂം അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ആ റൂമിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ ഞാൻ പറയും. കേട്ടല്ലോ? ഞങ്ങൾക്ക് ഇവിടെ ഒരിതുമില്ല. നിനക്ക് എന്താ അവകാശമുള്ളത്? ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കാൻ, ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ട് അനുസരിക്കാൻ മാത്രമായിരിക്കും ഇവിടെ സ്റ്റാഫ് നിൽക്കുന്നത്. എന്താ അവകാശം എന്ന് പറയുന്നത്? സ്കൂളിന്റെ നിയമത്തെ അനുസരിച്ച് നിൽക്കുന്നില്ലേ? അല്ലാതെ ഞാൻ എന്റെ താല്പര്യം അനുസരിച്ചല്ലേ ഞാൻ എവിടെ നീ താമസിക്കുന്നത് നിന്റെ വീട്ടിലല്ല, സ്കൂളിന്റെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? സ്കൂളിന്റെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലാണ് നീ താമസിക്കുന്നത്. അവിടെ സ്കൂളിന്റെ പ്രിൻസിപ്പാളിന്റെ കസ്റ്റഡിയിലുള്ള ഞാൻ മാസം വാടക കൊടുക്കുന്ന എന്റെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലാണ് നീ താമസിക്കുന്നത്. ഞാൻ പറയും, ഞാൻ നിങ്ങൾക്ക് മെസ് ഡ്യൂട്ടി ഇട്ട് തരുന്നത് പോലെ തന്നെയാണ് നിങ്ങൾക്ക് റൂം അലോട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. അറിയാമോ? എന്റെ റൂമിൽ ഞാൻ ഇട്ടേക്കുന്ന കട്ടിൽ എവിടെ മാറ്റിയിടണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്നോട് അനുവാദമില്ല, നിനക്ക് ഒരു ചേഞ്ചും വരുത്താൻ അവിടെ അവകാശമില്ല. അത് നിനക്കറിയാം. നീ ആരാ ഇവിടുത്തെ ചേഞ്ച് വരുത്താനായിട്ട്? ഇത്ര പ്രശ്നം വരാൻ ഒരു കട്ടില് മാറ്റിയിട്ട് ഇത്ര പ്രശ്നം ഒന്നുമില്ല. നീ ഇന്ന് കട്ടില് മാറ്റിയിട്ട് നാളെ നീ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് തന്നെ നീ അവിടെ എടുത്ത് മാറ്റും. നീ എനിക്ക് ഞാൻ എന്ത് ചെയ്തിട്ടാ സാർ ഇങ്ങനെ പറയുന്നത്? ഞാനിതാ പറഞ്ഞുള്ളൂ, അവിടെ ചേഞ്ച് വരുത്തണമെങ്കിൽ എന്നോട് പെർമിഷൻ ചോദിക്കണം. എന്റെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ ഞാൻ അസൈൻ ചെയ്തെന്ന റൂമുണ്ട്, അലോട്ട് ചെയ്തെന്ന റൂമുണ്ട്. അത് ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ എന്നോട് പെർമിഷൻ ചോദിക്കണം. എന്റെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ അവർക്ക് വാടക കൊടുക്കുന്ന എന്റെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ ചേഞ്ച് വരുത്തണം. പറഞ്ഞു കേട്ടല്ലോ? ആ റൂമിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ കിടക്കാം. ഞാൻ പറഞ്ഞു കേട്ടല്ലോ? നിങ്ങളുടെ സ്വന്തം വീട്ടിലല്ല നിൽക്കുന്ന, സ്കൂളിന്റെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലാണ് നിൽക്കുന്നത്. കട്ടിലിട്ടിട്ട് നീ വേണമെങ്കിൽ തനിച്ചോടെ കൂടെ കട്ടിലെ പോയി കിടക്കുമായിരിക്കും. അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് എന്റെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ ചേഞ്ച് വരുന്നതിന് എന്റെ അനുവാദം വേണമെന്ന് പറഞ്ഞോളൂ. അല്ലാതെ തോന്നിയതുപോലെ ഗ്രൂപ്പിസം കളിക്കാന്ന് പറഞ്ഞ് അനുവദിക്കാൻ ഞാൻ പറഞ്ഞല്ലോ. അവിടെ എന്തോട് ചേഞ്ച്? എന്റെ അനുവാദമില്ല. നീ എന്തിനാ എന്റെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ ചേഞ്ച് വരുത്തി? എന്റെ അനുവാദമില്ലാതെ എന്തിനാ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ ചേഞ്ച് വരുത്തി? ഞാൻ ഓരോരുത്തർക്കും കിച്ചൺ ഡ്യൂട്ടി ഇടും. എല്ലാ മാസവും മെസ് സെക്രട്ടറി ഇടും, മെസ് ഇൻചാർജിനെ ഇടും, മെസ് മാനേജേഴ്സിനെ ഇടും. അതേപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ റൂം ഞാൻ അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അറിയാമോ? നാളെ ഒരു കാര്യം ചെയ്യട്ടെ, അവിടുന്ന് കട്ടിലെടുത്ത് ഞാൻ ആര് കണ്ടു? അവിടുന്ന് കട്ടിലെടുത്ത് അപ്പുറത്ത് ഒരു പ്രിൻസിപ്പൽ ക്വാർട്ടേഴ്സ് അവിടെ പോയി കിടക്കത്തില്ലെന്ന് ആര് കണ്ടു? എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല സാർ. ഞാനിപ്പോ അവിടുന്ന് ഇങ്ങോട്ട് വന്നത് ഇവിടെ ഇങ്ങനെയൊക്കെയാന്ന് അറിഞ്ഞോണ്ടൊന്നും അല്ല. ഇവിടെ ഓരോരുത്തർ അവിടെ കിടക്കണം, ഇവിടെ കിടക്കണം, കട്ടിൽ മാറ്റിയിടാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും അലോട്ട് ചെയ്യുന്ന റൂമുണ്ട്. എല്ലാവർക്കും അത് നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ അറിയാം. എല്ലാവർക്കും അലോട്ട് ചെയ്യുന്ന റൂമുണ്ട്. അവർക്കൊരു പ്രശ്നം ഉണ്ടായപ്പോ അവര് മാറിക്കിടന്നല്ലോ. അന്നേരം ആരും ഒന്നും പറഞ്ഞിട്ടില്ല. മാറിക്കിടന്നെങ്കിൽ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാ. എന്റെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ ഞാൻ അലോട്ട് ചെയ്യുന്ന റൂമുണ്ട്. അതിന് ചേഞ്ച് വരുത്തണമെങ്കിൽ എന്റെ പെർമിഷൻ വേണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ തിരിച്ചിട്ടേക്കാം. പ്രശ്നം തീർന്നില്ലേ? ഇത് ചന്തയൊന്നും അല്ല. തോന്നിയാസങ്ങൾ അവിടെ എവിടെയും കാണിക്കാൻ. ഞാൻ ചന്തയിലൊന്നും അല്ല സാർ താമസിച്ചത്. ഞാൻ എന്റെ വീട്ടിൽ തന്നെ താമസിച്ചത്. ഞാൻ ഇവിടെ വന്ന് എടുത്തിട്ടുമില്ല. ആ ചന്ത സ്വഭാവം കാണിക്കുന്നുണ്ടാ ഞാൻ പറഞ്ഞത്. അങ്ങനെ കട്ടില് നീക്കിയിട്ടതാണ് ഇത്ര വലിയ ചന്ത സ്വഭാവം. ഞാൻ പറഞ്ഞല്ലോ, എന്നോട് ചോദിക്കാതെ അന്നേരം എന്നോട് ചോദിച്ചത് എനിക്ക് അവകാശം ചോദിച്ചില്ലേ? എന്നോട് ചോദിച്ചത് സാർ ഞാനിവിടെ ഒന്നുമില്ല. ഞാൻ ഇതുവരെ വേറെ രീതി കണ്ടിട്ടില്ല. നല്ല ബഹുമാനത്തോടെ തന്നെ ഇതുവരെ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് എന്നോട് സംസാരിക്കുമ്പോൾ ആ ഒരു മര്യാദയെങ്കിലും വേണം സാർ. ആർക്കവിടെ പ്രശ്നം? ഇനി ആർക്കാ പ്രശ്നം? ഞാൻ പറഞ്ഞത് ആർക്കും തോന്നിയതുപോലെ കാണിക്കാൻ പറ്റത്തില്ല. അലോട്ട് പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് അലോട്ട് ചെയ്ത് തന്നേക്കുന്ന റൂമിൽ കിടക്കാം. ചെയ്യിച്ചോണെങ്കിൽ എന്നെ ഇൻഫോം ചെയ്തിരിക്കണം. അത്ര ഞാൻ പറഞ്ഞുള്ളൂ. പറഞ്ഞു കേട്ടല്ലോ? കട്ടില് നീക്കിയിടുന്നല്ല, റൂം ചേഞ്ച് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞത്. കട്ടില് നീക്കിയിടുന്നതിന്റെ കാര്യമല്ല. കട്ടിൽ നീക്കിയിട്ട് അങ്ങോട്ട് നീക്കിയിട്ട് കിടന്നു. ഞാൻ അതൊന്നും അല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് റൂം ഓരോരുത്തർക്കും അലോട്ട് ചെയ്യുന്ന റൂമുണ്ട്. ആ റൂം ചേഞ്ച് ചെയ്യുമ്പോൾ എന്നെ ഇൻഫോം ചെയ്തിരിക്കണം. പറഞ്ഞു കേട്ടല്ലോ? അല്ലാതെ തോന്നിയതുപോലെ ആ റൂമിലും ഈ റൂമിലോട്ടും അല്ലെന്നുണ്ടെങ്കിൽ നാളെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും.
ആ പ്രിൻസിപ്പൽ ക്വാർട്ടേഴ്സിന്റെ ചാവി അവിടെ ഉണ്ടല്ലോ, അവിടെ പോയി തുറന്നു നടക്കത്തില്ലേ? എനിക്ക് അവിടെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു കേട്ടല്ലോ ഇവിടുത്തെ ഞാനിതേ പറഞ്ഞുള്ളൂ, ഇവിടുത്തെ സ്റ്റാഫിന് അലോട്ട് ചെയ്ത റൂമുണ്ട്, ആ റൂം ഉപയോഗിക്കാം. പറഞ്ഞു കേട്ടല്ലോ, അത്രേ ഉള്ളൂ. അതിനനുസരിച്ച് മാത്രം ഉപയോഗിക്കാം. ബാക്കി എന്ത് ചേഞ്ച് വരുത്തണമെങ്കിലും എന്റെ പെർമിഷനോട് നിങ്ങൾക്ക് ചേഞ്ച് വരുത്താം. മനസ്സിലായോ? അല്ലാതെ തോന്നിയതുപോലെ എന്താ കാണിക്കാനായിട്ട് ഞാൻ അനുവദിക്കത്തില്ല. പറഞ്ഞു കേട്ടല്ലോ, അതേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് എന്ത് ചേഞ്ച് വരുത്തണമെങ്കിലും എന്നോട് ചോദിച്ചിരിക്കണമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ചേഞ്ച് വരുത്തുമ്പോൾ എന്നോട് ചോദിക്കുമല്ലോ. അവിടെ എല്ലാ കാര്യങ്ങളും അവിടെ എല്ലാ കാര്യങ്ങളും ചേഞ്ച് വരുത്തുമ്പോൾ എന്നോട് ചോദിക്കുമല്ലോ. ഇവിടെ അങ്ങനെ ചേഞ്ച് വരുത്തിയിട്ടില്ലല്ലോ. അങ്ങനെ ആരും ഇവിടെ കട്ടിൽ ഇതുവരെ നോക്കിയിട്ടില്ല, ഒന്നുമില്ല. അതാ, ആരും ചേഞ്ച് വരുത്തിയിട്ടില്ല. അവർ സീനിയേഴ്സ് ആയിട്ട് അവർ അഹങ്കാരം കാണിച്ചിട്ടില്ല. അവരാണെങ്കിൽ എന്ത് കാര്യം ചെയ്യണമെങ്കിൽ അവർ ചോദിക്കും, അത് ചെയ്യട്ടെ എന്ന് ചോദിക്കും. അതാണ് മര്യാദ. അത് ആദ്യം സീനിയേഴ്സിനെ കണ്ടു പഠിക്കുക. സീനിയേഴ്സിന് കുറെ നല്ല കാര്യങ്ങൾ പഠിക്കാതെ. സീനിയേഴ്സിനോടൊക്കെ പറഞ്ഞിട്ട് ഞാൻ കട്ടിൽ നീക്കിയിട്ട് അപ്പോൾ സീനിയേഴ്സ് പറഞ്ഞില്ലല്ലോ ചോദിക്കാൻ. സീനിയേഴ്സ് അല്ല തീരുമാനിക്കുന്നത്, അവിടുത്തെ ചേഞ്ച് വരുന്നത് ഞാനാ തീരുമാനിക്കുന്നത്. മനസ്സിലായോ? അവിടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ നിങ്ങൾക്ക് മെസ് ഡ്യൂട്ടി ഇട്ട് തരുന്ന, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ ആരെങ്കിലും ഫുഡ് വെച്ചാൽ പോരെ എന്ന് ചോദിച്ചു നിങ്ങൾക്ക് ചെയ്താൽ മതിയല്ലോ. ഞങ്ങൾ ആരെങ്കിലും അക്കൗണ്ട് നോക്കിയാൽ മതി പറഞ്ഞ് ചെയ്താൽ മതിയല്ലോ. ഇതെല്ലാം അലോട്ട് ചെയ്തതിന്റെ ഒരു ഭാഗമാണ്. ഇത് സ്കൂളിന്റെ മെസ്സാണ്, സ്കൂളിന്റെ ക്വാർട്ടേഴ്സ് ആണ്. അവിടുത്തെ റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പാളിന്റെ ഡയറക്ടർ കൺട്രോൾ. ഞാൻ അറിഞ്ഞില്ല, ഞാൻ എവിടെ കിടക്കുന്നതും തീരുമാനിക്കുന്നത് സ്കൂളുകാരുടെ മാനേജ്മെന്റ്. ഞാൻ അറിഞ്ഞില്ല സാർ. കുഞ്ഞെ വിനീത ആരുടെ കൂടെ എവിടെ കിടക്കുന്നതിലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കട്ടില് നീക്കിയിട്ടെന്ന് ആരാ പറഞ്ഞേ? അല്ല, കട്ടില് വേറെ റൂമിൽ കൊണ്ടിട്ടു, അത് ഞാൻ മാറ്റിയിട്ടേക്കാം. നിങ്ങൾക്ക് ഞാൻ ഇതേ പറയുന്നുള്ളൂ, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ ഓരോരുത്തർക്ക് റൂം അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ആ റൂം ചേഞ്ച് ചെയ്ത് അവിടുത്തെ കട്ടിലും സാധനങ്ങളും മാറ്റിയിടുമ്പോൾ എന്നെ ഇൻഫോം ചെയ്തിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് ചെയ്യാതെ, എന്നെ ഇൻഫോം ചെയ്യാതെ അവിടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ ചേഞ്ച് വരുത്തിയത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതങ്ങനെ ഇപ്പോൾ ഞാനതിനെ സപ്പോർട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? നാളെ നിങ്ങൾ അതെടുത്ത് വേറെ വല്ലതും കാണിക്കും. പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ചെയ്ത തീരുമാനം എന്നോട് ചോദിക്കാതെ ചെയ്തത് ശരിയായില്ല. എന്നോട് ചോദിക്കണമായിരുന്നു. സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ എനിക്ക് റൂം ഒന്ന് ചേഞ്ച് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്, റൂം ചേഞ്ച് ചെയ്തോട്ടെ. അപ്പൊ ഞാൻ പറയും റൂം എന്തുകൊണ്ട് ചേഞ്ച് ചെയ്യുന്നു, അതിന്റെ കാരണങ്ങൾ പറയുക. അപ്പൊ നമുക്ക്, കാരണം ഓൾറെഡി സ്റ്റാഫിന് വളരെ കൃത്യമായിട്ട് പ്രൊപ്പോർഷനായിട്ട് അവിടെ റൂം അറേഞ്ച് ചെയ്ത് തന്നേക്കാണ്. മനസ്സിലായോ? അത് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് തന്നേക്കുന്ന റൂംസ് ആണത്. ആ ചേഞ്ച് വരുത്തുമ്പോൾ ഞാൻ അറിഞ്ഞിരിക്കണം എന്നുള്ള എന്റെ ഉത്തരവാദിത്വമാണ്. അറിയാമോ? സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നെങ്കിൽ കുഴപ്പമില്ല, വീട്ടിലെ ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷെ എന്നാൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് നിൽക്കുമ്പോൾ സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ ഓരോരുത്തർക്ക് അലോട്ട് ചെയ്ത് തന്നേക്കുന്ന റൂമുണ്ട്. ഞാൻ ചോദിച്ചു, സ്വന്തം വീട്ടിലാണെങ്കിൽ ഫുഡ് വെക്കുന്ന ആര് വേണമെന്ന് ആരെങ്കിലും സ്റ്റാഫ് ഞാൻ ഇവിടെ കൺട്രോൾ ചെയ്യാൻ വരും? ഇല്ല. ഇത് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ആയതുകൊണ്ടാണ് അവിടെ മിസ് ഡ്യൂട്ടി ഇന്നാര് ചെയ്യണമെന്ന് ഡ്യൂട്ടി ലിസ്റ്റ് ഇട്ടേക്കുന്നത്. അതേപോലെ ഓരോ കാര്യങ്ങളിലും ഇവിടെ കൺട്രോൾ ഉണ്ട്. അത് മനസ്സിലാക്കുക. മനസ്സിലായി? 6 മണി കഴിഞ്ഞ് ഗേറ്റ് പൂട്ടണമെന്നും, കാരണം സ്കൂളിന്റെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ആണ്, അതുകൊണ്ട് 6 മണി കഴിഞ്ഞ് ഗേറ്റ് പൂട്ടണമെന്നും, പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ഇൻഫോം ചെയ്തിരിക്കണം എന്നൊക്കെ ഉള്ള ന്യായമായുള്ള, കാരണം ഇവിടുത്തെ സ്റ്റാഫ് ഇവിടുത്തെ സ്കൂളിന്റെ കൺട്രോളിലാണ്. മനസ്സിലായി? ഇവിടുത്തെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിലാണെങ്കിൽ പോലും ഇവരെ അനങ്ങണമെങ്കിൽ പോലും അവരോട് ചോദിച്ചിട്ട് ചെയ്യത്തുള്ളൂ. അതെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അതിനപ്പുറത്തേക്ക് ഓവർടേക്ക് ചെയ്ത് മിടുക്ക് കാണിക്കാൻ പോകുന്നതാണ് ഈ കുഴപ്പം സംഭവിക്കുന്നത്. എന്ത് ചേഞ്ച് വരുത്തണമെങ്കിലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയും. ഇല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ, എനിക്കറിയാം. പറഞ്ഞു പറയുന്നതിൽ ന്യായമുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഞാനും പറയുന്നു. പറഞ്ഞ ഞാനൊരു കാര്യമുണ്ട്. ഇല്ല എന്റെ പൊന്നുമോളെ, പഴയ ആളിനെ കണ്ട പോലെ ആരും കാണാൻ വിചാരിക്കുകയും വേണ്ട. പറയുന്ന കാര്യങ്ങൾ ഇതിന്റെ ഈ സ്കൂളിന്റെ ചട്ടക്കൂട് അനുസരിച്ച് ആ ചിട്ട അനുസരിച്ച് നിൽക്കാമെങ്കിൽ നിൽക്കാം, ഇല്ലാത്തവർക്ക് പോകാം. ഒരു പ്രശ്നവുമില്ല. ആരും എന്നെ ഒന്നും കണ്ട് പേടിപ്പിക്കുകയൊന്നും വേണ്ട. അതാണോ ആരുടെയും വിളച്ചെടുത്തവരൊക്കെ എനിക്കറിയാം എങ്ങനെ കൈകാര്യം ചെയ്യാനുള്ളത്. എനിക്കറിയാം, കൈകാര്യം ചെയ്യുകയും ചെയ്യും. ഞാൻ അറിയാമോ? പഴയ അച്ഛനല്ല ഞാൻ. ഇവിടുത്തെ പഴയ അച്ഛനെയൊന്നും എനിക്കറിയത്തില്ല. പറഞ്ഞു കേട്ടല്ലോ.
അവിടെ ഞാൻ എന്റെ കൺട്രോളിലുള്ള സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ ചേഞ്ച് വരുത്തണമെങ്കിൽ എന്നോട് പെർമിഷൻ ചോദിച്ചിരിക്കണം. എന്നോട് പെർമിഷൻ ചോദിക്കാതെ അവിടെ ഞാൻ പറയാതെ ഒരു ചേഞ്ചും എന്റെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഞാൻ അനുവദിക്കുന്നതല്ല. അത്രേ ഉള്ളൂ. അവിടെ ഞാനിതേ പറഞ്ഞുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ചേഞ്ച്, നിങ്ങളുടെ എന്ത് കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? നിങ്ങൾക്ക് ഇതുവരെ നടത്തിയിട്ടില്ലാത്ത ഓണാഘോഷം ഇവിടെ നടത്തി. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടുന്നൊക്കെ ചെയ്തു തരുമ്പോൾ നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് കൂടെ പിന്നെ വേറെ വേല കാണിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ബൾബ് വേണമെന്ന് പറഞ്ഞാൽ ഉടനെ ബൾബ്, അവിടെ അത് വേണമെന്ന് വഴി നടക്കുന്ന വഴി ചാണകം വീഴുന്നു, അയാൾക്ക് മാസത്തെ റെന്റ് പോലും പിടിച്ചിട്ട് അയാളെ കൊണ്ട് അത്രയും പണി ചെയ്യിക്കാൻ. നിങ്ങളെ ഈ പണ്ട് ചാണകത്തിൽ ഞാൻ വന്നപ്പോൾ 2 മാസം ഇവിടെ ഉണ്ടായിരുന്നു. ഇവര് ചാണകത്തിന്റെ മണ്ടയ്ക്കൂടെ തുള്ളിച്ചാടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഞാൻ അയാളോട് പറഞ്ഞു ഇത് ചെയ്തല്ലേ ഞങ്ങൾ വാടക തരത്തുള്ളൂ എന്ന് പറഞ്ഞു. എനിക്കത് പറയാൻ തന്റെ ഇടമുണ്ട്. ഞാൻ അയാളോട് തന്നെ പറഞ്ഞു, ഇവിടുത്തെ ലോക്കലിനോടാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ ലോക്കൽ നേതാവാ പുള്ളി. ഞാൻ പറഞ്ഞു ചെയ്തു തന്നെങ്കിൽ ഞാൻ റെന്റ് തരത്തുള്ളൂ. എനിക്കറിയാം. എനിക്കറിയാം എന്റെ സ്റ്റാഫിനെ എങ്ങനെ കെയർ ചെയ്യണമെന്ന് എനിക്കറിയാം. അറിയാമോ? അത് പറഞ്ഞിട്ടാണ് എന്റെ തിരുമേനി എന്നെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. എന്റെ തിരുമേനി എന്റെ സ്റ്റാഫിനെ എങ്ങനെ കെയർ ചെയ്യണമെന്ന് പറഞ്ഞ് എനിക്കറിയാം. ഞാൻ എന്റെ തിരുമേനിക്ക് ഞാൻ ആ വാക്ക് കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ അതനുസരിച്ചാണ് നിന്നിട്ടുള്ളത്. പക്ഷേ അത് അച്ചടക്കം ലംഘിക്കാനാണെങ്കിൽ ഞാനത് അനുവദിക്കത്തില്ല. അത്രേ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും എല്ലാ കാര്യങ്ങളും ഫ്രീഡം ഉണ്ട്. പക്ഷെ അവിടെ ഒരു ചേഞ്ച് വരുത്തുമ്പോൾ എന്നെ ഇൻഫോം ചെയ്തിരിക്കണം. ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് റൂം അലോട്ട് ചെയ്ത് തന്നാണ്. ഞാൻ സ്കൂളിൽ ഞാൻ ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ ഇന്ന റൂമുകളിലൊക്കെയാണ് എന്ന് പറഞ്ഞ് അലോട്ട് ചെയ്ത് തന്നാണ്. അലോട്ട് ചെയ്ത് തന്നതിൽ നിന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ എന്നെ ഇൻഫോം ചെയ്തിരിക്കണം. ഞാൻ പറയണം നിങ്ങൾ ആ റൂം എടുത്ത് അങ്ങനെ ചേഞ്ച് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അല്ലാതെ ബാക്കി എന്റെ അനുവാദമില്ലാതെ ബാക്കി എല്ലാ കാര്യവും ഞാൻ എന്നാ വന്ന് ചോദിക്കുന്ന കാശ് വരുന്ന മാത്രമാണോ? കറോപ്പശുവാണോ? ഒന്നുമല്ല. സ്റ്റാഫ് ക്വാർട്ടേഴ്സ് സ്കൂളിന്റെ കൺട്രോളിലാണ്. അറിയാമോ? അവിടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് സ്കൂളിന്റെ കൺട്രോളിലാണ് എങ്കിൽ സ്കൂളിന് അതിന്മേൽ കൺട്രോളുണ്ട്. സ്കൂളിന്റെ പ്രിൻസിപ്പാളിന് അതിന്മേൽ കൺട്രോളുണ്ട്. മനസ്സിലായോ? അതിന്റെ ഇടയ്ക്ക് ആരാണ്ട് അവിടുന്ന് ഏതാണ്ട് വർത്താനം ഞാൻ പറഞ്ഞു കേട്ടത്, ആരുടെ സൗണ്ട് എനിക്ക് കേട്ടപ്പോൾ മനസ്സിലായി, ആരാണെന്ന് മനസ്സിലായി. അത് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഇത് തോന്നിയതുപോലെ കാണിക്കാനായിട്ട് ചന്തയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പറഞ്ഞ ആളിനോട് പറഞ്ഞ് മനസ്സിലാക്കി. കാരണം സൗണ്ട് കേട്ടപ്പോൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. കേട്ടോ? ഞാൻ പറഞ്ഞത് അതല്ല പറഞ്ഞത്. സാർ പറഞ്ഞില്ല എനിക്ക് ചന്ത സ്വഭാവമാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ആര് പറഞ്ഞു? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഇത് ചന്തയല്ല എന്നാണ് പറഞ്ഞത്. തോന്നിയ പോലെ കാണിക്കാൻ. തോന്നിയതുപോലെ നമുക്ക് ഫ്രീഡം ഉള്ള സ്ഥലമാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇത് മാർക്കറ്റ് അല്ല എന്നാ പറഞ്ഞത്. തോന്നിയതുപോലെ കാണിക്കാൻ. അല്ല ചന്ത സ്വഭാവം കാണിക്കാൻ ഞാൻ പറഞ്ഞില്ല. പറയാത്ത കാര്യം പറയരുത്. ഇതാണിത്. അതാണ് ഈ പറയുന്നത്. ഒരു വാക്ക് പറയുന്നതിന് വേറെ രീതിയിൽ ഇതിൽപ്പെട്ട് ഞാൻ എന്തോ പറഞ്ഞു. എന്നോട് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് എന്റെ സ്വാതന്ത്ര്യം ഇല്ലെന്ന് പറഞ്ഞു. ശരിയല്ലേ? എനിക്കെന്താ ഇവിടെ ഒരു അവകാശം ഇല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് അവകാശങ്ങളില്ലേ എന്ന് ചോദിക്കുന്നു. അവകാശങ്ങളുടെ ഭാഗമാണ് 6 മണി കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങി നടക്കാനുള്ള ഫ്രീഡം. ഇറങ്ങി നടക്കാമോ? ആഗ്രഹമുണ്ടോ? 6 മണി കഴിഞ്ഞാൽ ആരെവിടെ ഇറങ്ങി നടന്നതുകൊണ്ട് വെറുതെ ഇറങ്ങി നടക്കുന്നില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്. എല്ലാ കാര്യങ്ങൾക്കും അവകാശങ്ങളുണ്ട്, പക്ഷെ കൺട്രോൾ ഉണ്ട്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ആരാ പറഞ്ഞേ? എന്തോ ആർക്കാ പറയാനുള്ളേ? എല്ലാം പറയാനുള്ളവർക്ക് ഫോൺ കയ്യിലോട്ട് കൊടുക്കും, മറുപടി ഞാൻ കൊടുക്കാം. പുറകെന്ന് പറയാതെ ആരാന്ന് വെച്ചാൽ പറയാനുള്ളവർ എന്നോട് പറയട്ടെ. കേട്ടോ? കേട്ടോ? ഞാൻ ആരോടും ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇത് തോന്നിയതുപോലെ കാണിക്കാൻ ചന്തയല്ലാന്നേ പറഞ്ഞു. അന്ന് ഇഷ്യൂ ഉണ്ടായതിന്റെ കാര്യം ഇത് തന്നെയാണ്. വിനീത പറയാത്ത കാര്യം പറഞ്ഞു. അത് സാർ പറഞ്ഞില്ലെന്ന് പറയണ്ട. സാർ എന്നോട് പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് പിന്നെ എന്നോട് തർക്കിക്കാൻ വരണ്ട. ഞാൻ പറഞ്ഞു ചന്തയല്ലെന്നാ പറഞ്ഞത്.